നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. പി എസ് സി കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് 1946 ഡിസംബർ 9. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണ് അല്ലെ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ആറാമത്തെ ചോദ്യം, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരെന്നാണ് ചോദ്യം. ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ഏഴാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തര ഓപ്ഷൻ സി ആണ് കേളപ്പൻ. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് 1741. അടുത്തത്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം അല്ലെ. ഇതൊക്കെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളാണ് അല്ലെ. ഈ 2026 പി എസ് സി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. പത്താമത്തത്, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് വക്കം മൗലവി. വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും പി എസ് സി തുടക്കക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകുക. കേട്ടല്ലോ. അടുത്തത്, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത്, ഇതും നമ്മൾ സ്ഥിരം കാണുന്നതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി ആണ് 1905 ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വതന്ത്ര സമര സേനാനിയുടെ മരണത്തെ കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ആരുടെ മരണത്തെ കുറിച്ചിട്ടാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്? SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആരെ കുറിച്ചിട്ടാണ്? ഓപ്ഷൻ സി ആണ് മഹാത്മാഗാന്ധിയുടെ മരണത്തെ കുറിച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാമാണ്?
ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാമാണ്? ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ്? ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത്? ഉത്തരം വരുന്നത് 2ഉം 4ഉമാണ്. 2ഉം 4ഉം ഓപ്ഷൻ ഏതാണ്? 2ഉം 4ഉം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചർവണകവും അഗ്രചർവണകവുമാണ് നമുക്ക് ആഹാരം ചവച്ചരക്കാൻ സഹായിക്കുന്ന പല്ലുകൾ. ഏതൊക്കെയാണ്? ചർവണകവും അഗ്രചർവണകവുമാണ് ആഹാരം ചവച്ചരക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ബാക്കി ഉളിപ്പല്ല് എന്തിനാണ്? ഉളിപ്പല്ല് ആഹാരം കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് സഹായിക്കുന്നത്. കോമ്പല്ല് എന്തിനാണ്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല്. ചവച്ചരക്കാൻ സഹായിക്കുന്നത് ചർവണകവും അഗ്രചർവണകവുമാണ്. ഇനി മുതിർന്ന ഒരാളിൽ എത്ര സ്ഥിരദന്തങ്ങളായിരിക്കും ഉള്ളത്? നമ്മളുടെ മുതിർന്ന ഒരാളിൽ 32 സ്ഥിരദന്തങ്ങളാണുള്ളത്. കുട്ടികളിൽ 20 പാൽപ്പല്ലുകളാണുള്ളത്. അത് മുതിർന്നു വരുമ്പോഴേക്കും 32 സ്ഥിരദന്തങ്ങളായിട്ടാണ് മാറുന്നത്. 54 സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏതാണ് അറിയാം അല്ലേ? ഓപ്ഷൻ ഡി ആണ്. വിറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ. ഇത് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണല്ലേ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഓർത്തു വെച്ചോ, കുട്ടികളിലാണ് ഉണ്ടാകുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയും. വിറ്റാമിൻ എനെ കുറിച്ച് വരുമ്പോൾ പോയിന്റ് പറയുകയാണെങ്കിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. പിന്നെ വിറ്റാമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ട് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഹോർമോണാണ് അസ്കോർബിക് ആസിഡ് എന്നാണ് എൻ്റെ ശാസ്ത്രീയ നാമം. ചൂടാക്കിയാൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. പിന്നെ വിറ്റാമിൻ ബി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ് അല്ലേ? ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? സൽകീർത്തി? ഓപ്ഷൻ എ ആണ്. വെണ്ടയുടെ സങ്കര ഇനമാണ് സൽകീർത്തി. വെണ്ടയുടെ വേറെ ഏതൊക്കെയാണ്? അനാമിക, അർക്ക, കിരൺ. ഇത് 3ഉം വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ്. ഇനി നെല്ലിൻ്റെ ആണെങ്കിൽ പവിത്ര, അന്നപൂർണ. പയറാണെങ്കിൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. തെങ്ങാണെങ്കിൽ ചന്ദ്രശങ്കര, കേരശങ്കര, ലക്ഷഗംഗ, അനന്തഗംഗ. ഓക്കെ. 56ാമത്തെ ചോദ്യം, വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2006 ആണ് വനാവകാശ നിയമം നിലവിൽ വന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലിയെ ഓപ്ഷൻ ബി ആണ്. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പോയിന്റ് സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷിത കേന്ദ്രമാണ് സൈലന്റ് വാലി. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ്. ദാദാഭായ് നവറോജി. അദ്ദേഹത്തെ കുറിച്ചിട്ട് 2 കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അദ്ദേഹം ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത്. അപ്പോൾ വന്ധ്യവയോധികനാണ്, ചോർച്ചാ സിദ്ധാന്തം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ ഒരു 3 കാര്യം ദാദാഭായ് നവറോജി ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. വേറെ ഒരാളെ കുറിച്ച് കൂടി പഠിച്ചോ, അതാണ് ബാലഗംഗാധര തിലക്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം മിതവാദി വിഭാഗത്തിന്റെ പ്രധാന നേതാവായിരുന്നു. അദ്ദേഹത്തിന് 2 പത്രങ്ങൾ ഉണ്ടായിരുന്നു, മറാത്തയും കേസരിയും. ഈ 2 പത്രങ്ങളും അദ്ദേഹം ആരംഭിച്ചതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട്, സ്വതന്ത്രം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. അപ്പോൾ അതും അദ്ദേഹത്തെ കുറിച്ചൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള
അവകാശം വരുന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന ആരാണ് സ്ഥാപിച്ചത്? ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, പണ്ഡിറ്റ് രമാബായി ആണ്. പണ്ഡിറ്റ് രമാബായി ആണ്. ഏതാണ് വർഷം എന്നറിയോ? 1882 പൂനെയില് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. സ്ത്രീകളുടെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ടാണ് 1882 പൂനെയിൽ വെച്ചിട്ട് ആര്യ മഹിളാ സഭ പണ്ഡിറ്റ് രമാബായി സ്ഥാപിച്ചത്. ഇനി ഇതിന്റെ അകത്ത് വേറൊരു അക്കാമ ചെറിയാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്കാമ ചെറിയാനെ കുറിച്ച് നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തു വെക്കണം. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അക്കാമ ചെറിയാനെയാണ്. പിന്നെ ആനി ബസന്റിന്റെ പ്രത്യേകത എന്താണ്? ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. അപ്പൊ അതും ഓർത്തു വെക്കുക. അടുത്തത്, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതെല്ലാമാണ്? ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശം ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. അപ്പൊ വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള 2 അവകാശങ്ങളാണ് കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്തത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 2002 86 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. ഇനി സ്വത്തിനുള്ള അവകാശത്തെ 1978 വർഷം ഏതാണ്? 1978 44 ഭേദഗതിയിലൂടെ സ്വത്തിനുള്ള അവകാശത്തെ നീക്കം ചെയ്തു. ഇപ്പൊ സ്വത്തിനുള്ള അവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ ഏതാണ്? 300A. ക്ലിയർ ആയല്ലോ? അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വതന്ത്ര സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വതന്ത്ര സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? സൂചനകളൊന്ന് വായിച്ചാലോ? 1885 ബോംബെയില് ആദ്യ സമ്മേളനം. ആദ്യ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായ ദേശീയ ബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഏത് പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ്? ഏത് പ്രസ്ഥാനമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. INC യെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. INC ഏത് വർഷമാണ് ആദ്യമായിട്ട് സമ്മേളിച്ചത്? 1885 ബോംബെയിലാണ്. ഇനി അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. അടുത്ത ചോദ്യം, ഭരണഘടനാ ദിനം എന്നാണ്? ഭരണഘടനാ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ആണ്, നവംബർ 26. എന്നാണ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്? നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തായിരുന്നു കാര്യം? 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഏത് വർഷം തൊട്ടാണ് ഇത് ആചരിച്ചു തുടങ്ങിയതെന്ന് അറിയോ? 2015 തൊട്ടാണ് ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത്. അടുത്തത്, ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏത് ഭേദഗതിയാണ്? ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതിയാണ്. വർഷം ഏതാണ്? 42ന്റെ വർഷം ഏതാണ്? 1976. വർഷം ഏതാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. 1976 കേട്ടോ. അടുത്തത്, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ആണ്, രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായ് ആണ്. അപ്പൊ അതും ക്ലിയർ ആയല്ലോ. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തിന്റെ വർഷം ഏതാണ്? 1922. വർഷം ഏതാണെന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് വർഷം ഏതാണെന്നറിയോ? 1920 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. 1922 ചൗരി ചൗര സംഭവം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഓപ്ഷൻസിലെ ബംഗാൾ വിഭജനം ഉണ്ട്. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? 1905. 1905 കഴ്സൺ പ്രഭു ആണ് ബംഗാളിനെ ഹിന്ദു എന്നും മുസ്ലിം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് വിഭജിച്ചത്.
പിന്നെ റൗലറ്റ് ആക്ടിന്റെ പ്രത്യേകത എന്താണ്? വാറണ്ട് ഇല്ലാതെ ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യാനും തടവിൽ വെക്കാനും ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ കരി നിയമമാണ് റൗലറ്റ് ആക്ട്. വർഷം 1919. 1919 തന്നെ നടന്ന വേറൊരു കാര്യമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ അത് മനസ്സിലായല്ലോ. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി ആണ്, പാർലമെന്റിനാണ് അധികാരം. ഈ ഒരു അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എവിടെയാണ്? ആർട്ടിക്കിൾ 368 ഈ ഒരു അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1925. പഠിച്ചു വെച്ചു, 1925 വൈക്കം സത്യാഗ്രഹം നടന്നത്. ആരംഭിച്ചത് 1924 മാർച്ചിലാണ് ഈ ഒരു സത്യാഗ്രഹം ആരംഭിച്ചത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1924 മാർച്ച് 30 ആരംഭിച്ചിട്ട് 1925 നവംബർ 23 ഈ ഒരു സത്യാഗ്രഹം അവസാനിച്ചത്. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? PSC പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എന്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന എന്ന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 13ാമത് ചോദ്യം, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂറില് വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്? ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ. വൈക്കം സത്യാഗ്രഹത്തിനോട് അനുകൂലിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, മന്നത്ത് പത്മനാഭൻ. എവിടെ നിന്നാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അദ്ദേഹം സവർണ ജാഥ നടത്തിയത്. അടുത്തത്, വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? വരിക വരിക സഹചരെ സഹന സമര സമയമായി ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു വരികൾ. ഇത് ആരുടെ വരികളാണ്? അംശി നാരായണ പിള്ളയുടെ വരികളാണ് അല്ലേ. അടുത്ത ചോദ്യം, സ്വതന്ത്രാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? സ്വതന്ത്രാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സർ സിറിൽ റാഡ്ക്ലിഫ്. സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ. അടുത്തത്, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വതന്ത്ര സമര സേനാനി. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ 500-ലധികം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ. അദ്ദേഹത്തെ സഹായിച്ച സെക്രട്ടറി ആയിരുന്നു VP മേനോൻ. അദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ആ ഒരു പേരുകൾ, സർദാർ വല്ലഭായ് പട്ടേല്, VP മേനോൻ, ഈ പേരുകളൊക്കെ ഓർത്തു വെച്ചോളുക. PSC ചോദിക്കാറുണ്ട്. അടുത്തത്, ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ ആണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. സോവിയറ്റ് യൂണിയനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു. അപ്പൊ അതും ഓർമ്മയുണ്ടല്ലോ അല്ലേ. അടുത്തത്, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി. അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിൽ ഇരുന്ന വ്യക്തിയും അദ്ദേഹം തന്നെയായിരുന്നു. പിന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്.
അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തര മഹാസമതലം. ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഓപ്ഷൻ ബി ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്താണ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. അടുത്തത്, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം എവിടെയാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത്. അടുത്തത്, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപമാണ് ഗർഭ. ഇത് ഏത് സംസ്ഥാനത്തെ എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഗുജറാത്തിലെ നൃത്തരൂപമാണ് ഗർഭ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് എവിടെയാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ എ ആണ് നെടുങ്കണ്ടം. നെടുങ്കണ്ടത്താണ് നിലവിൽ വന്നത്. അടുത്തത് കേരള ജോഗ്രഫിയിലെ ചോദ്യങ്ങളാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഓപ്ഷൻ എ ആണ് മാനാഞ്ചിറ തടാകം. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിന് അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിന് അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഓപ്ഷൻ എ ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിന് അനുഭവപ്പെടുന്നത്. ഈ മൺസൂണിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാവർഷം എന്ന്. തുലാവർഷം എന്നറിയപ്പെടുന്നതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. അടുത്തത്, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? അപ്പോൾ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. ഏതാണ്? NH 544. പഴയ പേരെന്തായിരുന്നു? NH 47 എന്നാണ് പഴയ പേര്. ഏത് മഹാരാജാവിന്റെ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഏത് മഹാരാജാവിന്റെ ഭരണ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല? ഏത് മഹാരാജാവാണ്? ഓപ്ഷൻ എ ആണ് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ്? ഏത് രാജ്യത്തിന്റെയാണ്? സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ കണ്ടു. ഭിലായ് സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. അപ്പോൾ ബാക്കി ഒരെണ്ണം കൂടി ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇതിൽ ഭിലായും ഉണ്ട്, ബൊക്കാറോയും ഉണ്ട്. 2ഉം 4ഉമാണ്. സി ആണ് ഭിലായും ബൊക്കാറോയും സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. അപ്പൊ റൂർക്കേല ഏത് രാജ്യത്തിന്റെയാണെന്നറിയോ? റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. അടുത്തത്, ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്നതിലെ 4 രോഗങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വൈറസ് രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് മഞ്ഞപ്പിത്തമാണ് വൈറസ് രോഗം. ബാക്കി 3ഉം ബാക്ടീരിയ രോഗങ്ങളാണ്. ബാക്കി
കോളറ, ടൈഫോയിഡ്, എലിപ്പനി. ഇത് മൂന്നും ബാക്ടീരിയ രോഗങ്ങളാണ്. മഞ്ഞപ്പിത്തമാണ് ഒരു വൈറസ് രോഗം. അടുത്തത് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗോവയാണ്. ഗോവയാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 12ാമത്തെ ചോദ്യം, ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ചുരങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും എന്തിനൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ബാരാലാച്ചാല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ആണ്, ഹിമാചൽ പ്രദേശിലാണ് ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ചാല ചുരം. കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ലാഹൂൽ ജില്ലയെ ലഡാക്കിലെ ലേ എന്ന് പറയുന്ന ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ചാല ചുരം. ഓക്കെ. അടുത്തത്, ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആണ്, മേഘാലയയിലാണ് ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒക്കെ വർഷങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഏത് വർഷത്തിലാണ്? 1931. ഓപ്ഷൻ സി ആണ്, 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ബാക്കി ഓപ്ഷൻസിലുള്ള 3 പേര് ആരൊക്കെയായിരുന്നു നോക്കിയാലോ. ആദ്യം അബ്ദുൽ കലാം ആസാദ് അല്ലെ. അബ്ദുൽ കലാം ആസാദ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അബ്ദുൽ കലാം ആസാദ്. ഇനി ബൽദേവ് സിംഗ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ബൽദേവ് സിംഗ്. അപ്പോൾ അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ബൽദേവ് സിംഗ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി. ഇനി അടുത്തത് ഓപ്ഷൻ ബിയിലുള്ളത് ബീറാം റാംജി അംബേദ്കർ. ബി ആർ അംബേദ്കർ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ബി ആർ അംബേദ്കർ. അടുത്തത്, മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ ആണ്, യങ് ഇന്ത്യ. യങ് ഇന്ത്യയാണ് 1931 ഗാന്ധിജി ആരംഭിച്ച മാസികയുടെ പേര്. ഇനി ദി ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച പത്രമാണ് ദി ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ദി ഒപ്പീനിയൻ. ഇനി ബംഗാൾ ഗസറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച പത്രം, ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിലുള്ള സമത്വം പറയുന്നത് ആർട്ടിക്കിൾ 14 അപ്പൊ ബാക്കി ആർട്ടിക്കിൾസ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ആർട്ടിക്കിൾ 19 എന്താണ്? നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19 ഇനി ആർട്ടിക്കിൾ 5 പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. അതായത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വത്തെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ആർട്ടിക്കിൾ 3 എന്താണെന്നറിയോ? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും അതിർത്തി നിയന്ത്രണം എന്നിവയായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഓപ്ഷൻ ബി ആണ്, 1804. 1804. 19ാം ചോദ്യം, കർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, കേരളമാണ്. കേരളത്തിലാണ് കർഡമം കുന്ന് അഥവാ ഏലമലകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ആണ്, സിക്കിമിലാണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്. സിക്കിം സംസ്ഥാനത്തെ ചൈനയിലെ
ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം അല്ലെ. സിക്കിം സംസ്ഥാനത്തെ ചൈനയിലെ ടിബറ്റുമായിട്ടാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്. 21ാമത്തെ ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ശ്രീനാരായണ ഗുരുവാണ്. ആലുവയില് 1924 ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. അവിടെയാണ് എഴുതി വെച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. വർഷം ഏതാണ്? 1924. എവിടെയായിരുന്നു? ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ അല്ലെ. അടുത്തത്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇതിനോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരെന്നാണ് ചോദ്യം. ആരാണ് സവർണ ജാഥ നടത്തിയത്? ഓപ്ഷൻ ബി ആണല്ലേ, മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത്. അദ്ദേഹം എവിടെ നിന്നാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് 500 പേരുൾപ്പെട്ട സവർണ ജാഥ നടത്തിച്ചത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പോയിന്റ് എന്താണ്? NSSന്റെ സ്ഥാപകൻ അല്ലെ, NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ഇനി ഓപ്ഷനില് AK ഗോപാലനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. AK ഗോപാലൻ ആരാണ്? പട്ടിണി ജാഥ നടത്തിയത് AK ഗോപാലനാണ്. അതും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. AK ഗോപാലൻ പട്ടിണി ജാഥ നടത്തിയത് AK ഗോപാലനാണ്. 23ാമത്തെ ചോദ്യം, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കെയിംബുൾ ലംജാവോ. എന്താണ്? കെയിംബുൾ ലംജാവോ ആണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം. ചോദ്യം ക്ലിയർ ആയല്ലോ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്നും ഈ ചോദ്യത്തിലുണ്ട്. ഏതാണ് തടാകം? ലോക്തക്ക് ആണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അവിടെ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനമാണ് കെയിബുൾ ലംജാവോ. അടുത്തത്, ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദക്ഷിണേന്ത്യയില് പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, ദ്രാവിഡ ശൈലി. എന്താണ്? ദ്രാവിഡ ശൈലി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതില് ഉത്തരം ഞാൻ പറയാം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് സംയോജ സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപം കൊള്ളുന്നതാണ് മടക്ക് പർവ്വതങ്ങൾ. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണം ഫലകങ്ങളുടെ സംയോജക അതിർത്തികളിലെ പ്രവർത്തനങ്ങളാണ്. സംയോജക സീമകളിലെ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ടാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1898 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1898 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കുടുംബശ്രീ ആണ്. 1898 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. 30ാമത്തെ ചോദ്യം, 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആരാണ്? 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആരാണ്?
ഓപ്ഷൻ സി ആണ് സുഗതകുമാരി അല്ലെ. സുഗതകുമാരിയാണ് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയത്രി. ഇപ്പൊ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ് അല്ലെ. നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ്. കറണ്ട് അഫെയർ ആണ്, അപ്ഡേറ്റ് ചെയ്തോളണം. 31ാമത്തെ ചോദ്യം, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഏത് വകുപ്പ് പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പ്രഖ്യാപിക്കുന്നത്? ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 226. അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതികൾ ഏത് വകുപ്പ് പ്രകാരമാണ് റിട്ട് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് ചെയ്തല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിള് 14. ആർട്ടിക്കിള് 14. 33ാമത്തെ ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ സി ആണ് മാൻഡമസ്. മാൻഡമസ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥനോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യയില് മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തായിരുന്നു. ആ കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് കമ്മിറ്റിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ എന്ന ആശയം എവിടെ ചേർത്തത്? ഭാഗം 4A കൂട്ടിച്ചേർത്തത്. ഭാഗം 4A. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് 51A. 51Aയിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 36ാമത്തെ ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ആണ് ഡിസംബർ 10. ഡിസംബർ 30. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? എന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. 1947 ജൂലൈ 22-നാണ് ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഓപ്ഷൻ ഡി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. 40ാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര്? രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് വിശ്വഭാരതി. വിശ്വഭാരതിയാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാല. ഇത്രയുമാണ് നമ്മൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പല ആവർത്തി കണ്ടും കേട്ടും പരിചയമുള്ളതായിരിക്കാം. എന്നാലും നിങ്ങളത് ഒഴിവാക്കരുത്. എക്സാം ഹോളിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസാന നിമിഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്.